എന്തുകൊണ്ടാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എയ്ത്തീസ്റ്റ് ആയിട്ട് മാറുന്നു, മറ്റു മതങ്ങളിലേക്ക് പോകുന്നു, അതുപോലെ തന്നെ മറ്റ് വിശ്വാസധാരകൾ സ്വീകരിക്കും. ഇപ്പം എയ്ത്തീസ്റ്റ് ആവാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ പോകുന്നയാളിൻ്റെ കൃത്യമായ അയാളുടെ റൈറ്റാണത്. ഇപ്പം ബന്ധക്കോസിനകത്തുനിന്ന് ഒരാൾ ഹിന്ദു മതത്തിലേക്ക് പോകുമ്പോൾ യു കനോട്ട് ബിക്കം എ ഹിന്ദു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഒത്തിരി ഹിന്ദുക്കൾ ഇങ്ങോട്ട് വന്നിട്ടാണ് ഇത്തരം സഭകൾ, അല്ലേ, മറ്റ് മതങ്ങളിൽ നിന്ന്, ഹിന്ദുക്കൾ മാത്രമല്ല മറ്റു മതങ്ങളിൽ നിന്ന് ഒത്തിരി പേര് ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഈ സഭ അല്ല ഈ മതം എന്ത് ചെയ്തത്, ഈ സഭ എന്ത് ചെയ്തത്, വളർന്നു. അപ്പോൾ ഒരാൾക്ക് എയ്ത്തീസ്റ്റ് ആവാനും ഹിന്ദു ആകാനും മുസൽമാനാകാനും ബുദ്ധിസ്റ്റ് ആകാനും ജൈനിസ്റ്റ് ആവാനും സ്വരാഷ്ട്രീയൻ മതം സ്വീകരിക്കാനും ഇനി മതരഹിതമായി സഞ്ചരിക്കാനുമുള്ള ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിലെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി വി ആർ ഗിവിങ് മോർ ഫോക്കസ് ഓൺ പെർഫോമൻസിനാണ് ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ലീഡേഴ്സിൽ ഈ കുട്ടികൾ കാണുന്നത് അതാണ് ഞാൻ പറയാൻ വരുന്നത്. എന്തുകൊണ്ടാണ് പെർഫോമൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ജെയിൻ സാർ കൂടുതൽ പെർഫോം ചെയ്യുമ്പോൾ, ജെയിൻ സാർ ഇപ്പം എന്നെക്കാളും കൂടുതൽ പെർഫോം ചെയ്താൽ ജെയിൻ സാറിന് കൂടുതൽ വേദികൾ കിട്ടുകയും ജെയിൻ സാറിന് ആ വഴി കൂടെ ധാരാളം സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനും പറ്റും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പെന്തക്കോസ്റ്റിനെ പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊരു കുറച്ച് ആളുകൾക്ക് മാത്രം ജീവിക്കാനുള്ളൊരു ജീവനോപാധിയായി മാറിക്കഴിഞ്ഞു. തരം താഴ്ന്നു, ലിമിറ്റഡ് ആയി, അത് റെസ്ട്രിക്റ്റഡ് ആയി.